DGP സെൻകുമാർ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. UDF താവളം വിട്ട് പുതിയ താവളത്തിലേക്ക് സെൻകുമാർ ചേക്കേറുന്നതായും മുഖ്യമന്ത്രി ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പദവിക്ക് ചേർന്നതല്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. സഭയിൽ അടിയന്തര പ്രമേയത്തിനിടെയായിരുന്നു വിഷയം ചർച്ചയായത്. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് DGP സെൻകുമാറിന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ച വിഷയവും സഭയിൽ ഉന്നയിച്ചത്. ഇതിനുള്ള മറുപടിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ DGP സെൻകുമാറിനെ രൂക്ഷമായി വിമർശിച്ചത്. സെൻകുമാർ രാഷ്ട്രീയം കളിക്കുകയാണ്. DGP സ്ഥാനത്തിന് യോജിക്കാത്തതാണ് സെൻകുമാറിന്റെ പ്രസ്താവന. UDFന്റെ താവളത്തിലല്ല ഇപ്പോൾ സെൻകുമാർ. പുതിയ താവളങ്ങളിലേക്ക് അദ്ദേഹം ചേക്കേറുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. സെൻകുമാർ പഴയ പിടിയിലില്ല കേട്ടോ, വിട്ടുപോയി. ഇപ്പൊ ഇങ്ങോട്ടായി പിടുത്തം. അത് ഓർമ്മ വേണോ? പഴയ നില തന്നെ സെൻകുമാർ സ്വീകരിക്കുകയാണ് എന്ന ധാരണയിൽ നിൽക്കരുത്. ആ നില മാറി. പുതിയ താവളം സെൻകുമാർ നോക്കുകയാണ്. തെറ്റായ കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തത്തക്ക രീതിയിൽ സംസാരിക്കുകയാണ്. നിങ്ങളാരെങ്കിലും പറഞ്ഞാൽ അത് രാഷ്ട്രീയമായി പറയുന്നതാണെന്ന് കണക്കാക്കാം. അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷെ നിങ്ങളെക്കാളും കടുത്ത രാഷ്ട്രീയം നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ കയ്യിലല്ല ഇപ്പം നിൽക്കുന്നത്, മറ്റാളുകളുടെ കയ്യിലായി. അത് ഓർമ്മിക്കണം. അതേ ഞാൻ പറയുന്നുള്ളൂ. എന്നാൽ സെൻകുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പദവിക്ക് ചേർന്നതല്ല. BJPയിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്ന പണി മുഖ്യമന്ത്രി ഏറ്റെടുക്കേണ്ടതില്ലെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇപ്പൊ BJPക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ജോലി മുഖ്യമന്ത്രി ഏറ്റെടുക്കാൻ പാടില്ല. നിങ്ങളുടെ കൂടെ ഇല്ല, അദ്ദേഹം മറ്റേ സ്ഥലത്താണെന്ന് പറയുകയാണ്. അതുകൊണ്ട് BJPയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ജോലി ഏതായാലും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് യോജിച്ചതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും ഒരു സംസ്ഥാന ഗവൺമെന്റിലെ ഒരു ഉദ്യോഗസ്ഥനെതിരായി അദ്ദേഹം ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നിട്ടില്ല. സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 171 പേർക്കെതിരെ കാപ്പ നിയമപ്രകാരം കേസെടുത്തു. ജനകീയ സമരങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ കാപ്പ ചുമത്തിയെന്ന ആക്ഷേപം സർക്കാരിനെതിരെ ഇല്ലെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. TP കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയിട്ടുണ്ടോ എന്നുള്ളത് തനിക്ക് കൃത്യമായി അറിയില്ല. മാനദണ്ഡപ്രകാരം ഇവർ ഇതിന് അർഹരല്ലെന്നും മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന് മറുപടി നൽകി. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. നിയമസഭയിൽ നിന്നും S. ഷീജ.